ഹലോ, ഞങ്ങളിതാ ഒരു പ്രോഗ്രാം കാണാൻ പോവാണേ. വേറെങ്ങുമല്ല, നമ്മുടെ എറണാകുളം സുഭാഷ് പാർക്കിൽ വെച്ച് നടക്കുന്നതാണ്. മനോരമ ഹോട്ടൂസ് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. എല്ലാവരൊക്കെ ഇത് മീഡിയാസ് വഴിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ പോയതിന്റെ കാര്യങ്ങളൊക്കെ ഒന്നൊരു വീഡിയോ ആക്കി ഇടാണേ. ഇവിടെ നമ്മുടെ എറണാകുളം സുഭാഷ് പാർക്കിൽ നടക്കുന്ന ഒരു വലിയ കലാ സാഹിത്യ സംഗീത സാംസ്കാരിക മേളയാണ് ഈ മനോരമ ഹോട്ടൂസ് എന്ന് പറയുന്നത്. മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഒരു മൾട്ടി ഡേ ഫെസ്റ്റിവൽ ആയിരുന്നു നടന്നത് കേട്ടോ. ഞാനിത് എടുക്കുന്ന സമയത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നടന്നതെന്ന് പറഞ്ഞാൽ നവംബർ 27 മുതൽ 30 വരെയാണ് ഈ പ്രോഗ്രാം നടന്നത്. ഈ പ്രോഗ്രാമിനെ പറ്റി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു മനോരമയൊക്കെ നടത്തുന്ന എന്തെങ്കിലും ഒരു പുസ്തകമേളയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. അതൊരു പുസ്തകമേള മാത്രമല്ല, പുസ്തകമേളയും ഉണ്ട്, എന്നാൽ സാഹിത്യമുണ്ട്, സംഗീതം, കല, നാടകം, കുട്ടികളുടെ വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു, ഇന്ററാക്റ്റീവ് ഗെയിംസും ചർച്ചകളും എല്ലാം ഒരുമിച്ചിട്ടുള്ള ഒരു വലിയ ആഘോഷമായിരുന്നു കേട്ടോ അവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇവിടെ നമുക്ക് കലയും സാഹിത്യവും എല്ലാം ഒരേ സമയം തന്നെ ഒരു സ്ഥലത്ത് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ഇതിന്റെ ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു അട്രാക്ഷൻ അതായിരുന്നു ഈ പ്രോഗ്രാമിന്റെ. ഈ പ്രോഗ്രാം നടന്ന ഈ ദിവസങ്ങളിലെല്ലാം അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രശസ്തരായ ഒട്ടനേക വ്യക്തിത്വങ്ങൾ അവിടെ വന്ന് പങ്കെടുക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ മീഡിയാസ് വഴി നമ്മൾ കാണുകയൊക്കെ ചെയ്തായിരുന്നു. കമൽഹാസൻ, മോഹൻലാൽ, മഞ്ജു വാര്യർ, അങ്ങനെ ഒട്ടനേകം സിനിമാ രംഗത്ത് നിന്നും പിന്നെ കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഉള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ നടന്നപ്പോൾ അവിടെ ചിന്താ ജെറോം, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് പിന്നെ പുസ്തകമേള ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന പലതരം വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ പുറത്ത് വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അതിലും മാത്രം പുസ്തകങ്ങളും എല്ലാ തരത്തിലും ഏതൊരു ജേണലിലുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ എല്ലാം കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വാങ്ങാനും അത് കാണാനും വായിക്കാനും ഒക്കെയുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നേ. ഇനി ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയൊരു ഇവന്റ് ആട്ടോ ഈ കാണുന്ന. ഇവിടെ നമ്മൾ M4Mary.com അവർ സംഘടിപ്പിച്ച ഒരു ഇത്തിരി നല്ല രസം ഉണ്ടായിരുന്ന ഒരു കാര്യമാട്ടോ ഇത്. നമ്മളിങ്ങനെ പുറം രാജ്യങ്ങളിലൊക്കെ കാണൂലേ, നമ്മുടെ പേരൊക്കെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ളവരുമായിട്ടുള്ള പേര് എഴുതിയിട്ടിട്ട് ലോക്കൊക്കെ ചെയ്ത് വെക്കുന്ന അതുണ്ടായിരുന്നു ഒരു വലിയ മരത്തിന് ചുറ്റും. അതും ഭയങ്കര രസമുള്ളൊരു കാര്യം. കുറേ പേര് വന്ന് അങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് ഇനി അടുത്ത വർഷങ്ങളിലും പോകാൻ പറ്റട്ടെ. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു.